സത്യം പറഞ്ഞാൽ അന്ന് ആ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടത് മുതൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിലേക്കൊക്കെ ചാടിക്കത്. റീനു, നീ ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? മോനെ അടങ്ങ്. പ്രേമം മനുഷ്യന് അന്തം മാത്രമല്ല, പിന്നെ മണ്ടനും കൂടി ആക്കും. ഹൈദരാബാദിൽ നിന്ന് ഇപ്പം മാറിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആന്ധ്ര എൻ്റെ ഹൃദയം അവിടെ വെച്ചിട്ടല്ലേ ഞാൻ പോന്നേക്കുന്നത്. ഈ ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കോമ കിടക്കുന്ന പോലെയാണ്. ജീവിച്ചിരിക്കണ്ടോന്ന് വെച്ചാൽ ജീവിച്ചിരിക്കണ്ട്, ചത്തോന്ന് വെച്ചാൽ ചത്തു. പട്ടിച്ച കള്ളിയാണ്ടിവള്. ഡാടാടാ, നിന്റെ കാമുകിനെ പറ്റി ഞാൻ കുറച്ച് കുറ്റം പറയട്ടെ. അതൊന്നും നടപടിയാവൂല. നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂല. അങ്ങനെയാണെങ്കിൽ അത് മാരി ആദി. അയ്യോ, ആദി അവളെക്കാളും പ്രായം പക്വതയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. IT ഫീൽഡിൽ നിന്ന ഒരാളാണ്. നീ കുറെ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് മറ്റേ ഡയലോഗും കൂടി പറയായിരുന്നില്ല ഒരു ഭംഗിക്ക്? എന്ത്? നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണിന് കിട്ടുന്നു. അതിലെനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട്. നമ്മളിനി എന്ത് ചെയ്യും അല്ലേ?